ഹായ്, പത്തരമാറ്റിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനി നയനയെ കൊണ്ട് കഷായമൊക്കെ കുടിപ്പിക്കുന്നുണ്ട്. നിൻ്റെ ആരോഗ്യം നന്നായാൽ എൻ്റെ ആരോഗ്യവും നന്നാവും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹത്തിലാണ് അമ്മയും മരുമകളും. പിന്നെ കാണിക്കുന്നത് ജലജയെയും ജാനകിയെയുമാണ്. ജലജ ജാനകിയോട് പറയുന്നുണ്ട്, ഈ ഏട്ടത്തിയുടെ സ്വഭാവം പിടികിട്ടുന്നില്ലല്ലോ. ഞാൻ നോക്കുമ്പോൾ അമ്മ മരുമകൾക്ക് കഷായം കൊടുക്കുകയായിരുന്നു. എന്നെ കണ്ടിട്ടാണോ എന്നറിയില്ല, പെട്ടെന്ന് ഏട്ടത്തി ഭാവം മാറ്റിയിട്ടാ സംസാരിച്ചത്. അതിലെന്തോ ഒരു പന്തികേടുള്ളതായി തോന്നി എനിക്ക്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ശേഷം ഏട്ടത്തി ജയേട്ടനെയും ആദർശിനെയും നന്നായി ഭയക്കുന്നുണ്ട്. അവരുടെ ഇഷ്ടം പിടിച്ചു പറ്റാനാണ് ഏട്ടത്തി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, അതാണെങ്കിൽ കുഴപ്പമില്ല, മറിച്ചാണെങ്കിൽ അമ്മയും മരുമകളും തമ്മിൽ ആത്മാർത്ഥ സ്നേഹമാണെങ്കിൽ നമുക്കൊന്നും ഇവിടെ നിലനിൽപ്പില്ല ജാനകി. അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, അർഹതയില്ലാത്ത വന്നവളെ ഏട്ടത്തി അങ്ങനെ സ്നേഹിക്കുമോ? അപ്പോൾ ജലജ പറയുന്നുണ്ട്, ഒന്നും അറിയില്ല. പിന്നെ നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? നിന്റെ മരുമകളോട് പണ്ടത്തെ പോലെ സ്നേഹമൊന്നുമില്ല. സംസാരം പോലും വളരെ കുറഞ്ഞിരിക്കുന്നു. എപ്പോൾ നോക്കിയാലും ഇപ്പോൾ അടുക്കളയിൽ പാചകത്തിൻ്റെ തിരക്കിലാണ്. അതും എല്ലാം അവൾക്കിഷ്ടമുള്ളതുപോലെയാണ് ചെയ്യുന്നത് ആ നയനക്ക്. എല്ലാം എൻ്റെ സംശയമാണെന്ന് വിശ്വസിക്കാനാ എനിക്കിഷ്ടം. ഇനി നമ്മൾ കരുതും പോലെ ഏട്ടത്തി മാറിയിട്ടുണ്ടെങ്കിൽ ഈ തറവാട് നയനെ പിടിച്ചെടുക്കും. ഇപ്പോൾ തന്നെ ജ്വല്ലറി ഏതാണ്ട് അവളുടെ നിയന്ത്രണത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെറിയ രീതിയിലുള്ള സംശയങ്ങളൊക്കെ അവർക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് അബിയെയാണ്. അബി ഒരു സുന്ദരിയുടെ ഫോട്ടോ ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടിങ്ങനെ ആലോചിക്കുന്നുണ്ട്, എൻ്റെ കൂടെയുള്ള മൂർഖൻ പാമ്പ് എന്നെ വിട്ടു പോകില്ല. പോരാത്തതിന് ഉടനെ ഒരു കുഞ്ഞും ജനിക്കും. എങ്കിലും സ്നേഹിക്കാത്ത ഭർത്താവിനെ കളഞ്ഞിട്ട് അവൾ പോകാൻ തീരുമാനിച്ചാൽ ഇതിലേതെങ്കിലും ഒരുത്തിയെ ജീവിത പങ്കാളിയായിട്ട് തിരഞ്ഞെടുക്കണം. അപ്പോഴേക്കും അബിയുടെ ഫോണിൽ ആരോ വിളിക്കുന്നുണ്ട്. ഫോൺ വിളിച്ചത് ഒരു പെൺകുട്ടിയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഈ ശബ്ദം ഓർമ്മയുണ്ടോ? എന്നിട്ട് അവൾ പറയുന്നുണ്ട്, എങ്ങനെ ഓർമ്മിക്കാനാ അല്ലേ, ഒരേ സമയത്തിൽ ഒരുപാട് പെൺകുട്ടികളെ സ്നേഹിക്കുന്നവനല്ലേ നീ. എൻ്റെ പേര് അനഘ. ഇപ്പോഴെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? അപ്പോൾ അബി ചോദിക്കുന്നുണ്ട്, അനഘയോ? അതാരാ? അപ്പോൾ നിനക്ക് പേര് പറഞ്ഞിട്ട് ഓർമ്മയില്ല അല്ലേ? ഞാനവിടെ ട്രാവൽ ഏജൻസിയിൽ വർക്ക് ചെയ്തിരുന്ന അനഘയാണ്. അപ്പോൾ അബി ഒന്ന് ഞെട്ടുന്നുണ്ട്. പിന്നെ ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ എവിടെയാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പോഴെങ്കിലും ചോദിച്ചല്ലോ ഞാൻ എവിടെയാണെന്ന്. ഞാൻ ദുബായിലേക്ക് ഫ്ലൈറ്റ് കയറുമ്പോൾ നിൻ്റെ ഒരു കുഞ്ഞ് എൻ്റെ വയറ്റിലുണ്ടായിരുന്നു. നാണക്കേട് ഒഴിവാക്കാനാണ് ഞാൻ നാട് വിട്ടത്. ആ സംഭവം നടന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. എൻ്റെ കുഞ്ഞ് ഇപ്പോൾ അച്ഛനെ തിരക്കുന്നുണ്ട്. ഞാനും കുഞ്ഞും ഇപ്പോൾ നാട്ടിലേക്ക് വരുന്നുണ്ട്. നീ ഞങ്ങളെ ഏറ്റെടുക്കണം. എന്തായാലും ഞാൻ ഇവിടെ എത്തിയിട്ട് വിളിക്കാം. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നവ്യ വരുന്നുണ്ട്. ആരാ വിളിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അഭി പറയുന്നുണ്ട്, ഗൾഫിലുള്ള എൻ്റെ ഒരു സുഹൃത്ത്. അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, ആൺ സുഹൃത്താണോ പെൺ സുഹൃത്താണോ? നിനക്കിത് എന്തൊക്കെയാണ് അറിയേണ്ടത്? നിനക്കിതൊക്കെ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? അപ്പോൾ നവ്യ പറയുന്നുണ്ട്, നിൻ്റെ മുഖം കണ്ടിട്ട് എന്തോ കുഴപ്പമുണ്ട്. ഗൾഫിലുള്ള ഏതോ പഴയ കാമുകിയാണ് നിന്നെ വിളിച്ചത് അല്ലേ? അപ്പോൾ അഭി പറയുന്നുണ്ട്, നീ അങ്ങനെയാണ് കരുതുന്നതെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, തിരുത്താനൊന്നും ഞാൻ ശ്രമിക്കുന്നില്ല. എൻ്റെ ഈ 7ാം മാസത്തിൽ നീ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കരുത്. നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാമെടാ. ഞാൻ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടി ഇരിക്കുകയല്ലേ നീ. എന്നിട്ട് നിൻ്റെ കറക്കാൻ തുടങ്ങാൻ വേണ്ടി ദൈവങ്ങൾ പരീക്ഷിച്ചിട്ട് പോലും നിനക്കൊരു മാറ്റവുമില്ലല്ലോടാ. അപ്പോൾ അവ പറയുന്നുണ്ട്, വീട്ടിലേക്ക് വരുമ്പോൾ മനസ്സമാധാനം തരുന്ന ഒരു ഭാര്യ ഉണ്ടെങ്കിൽ ആ ജീവിതം ഒരു സുഖമുള്ള ജീവിതം തന്നെയാണ്. അങ്ങനെയുള്ളവർക്കേ നന്നായിട്ട് ഉറക്കം കിട്ടുകയുള്ളൂ. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, അതുപോലെ തന്നെയാ എനിക്കും. ഒന്ന് സ്വാന്തനിപ്പിക്കാൻ, ഒന്ന് തലോടാൻ സ്വന്തം ഭർത്താവ് തയ്യാറാണെങ്കിൽ ഏതൊരു പെണ്ണിനും സുഖമായിട്ട് ഉറങ്ങാൻ കഴിയും. അവൾക്ക് നാളെപ്പറ്റി ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടാകും എന്ന്. എൻ്റെ 7ാം മാസമായി ഇത്. ആ സമയത്ത് പോലും എന്നെക്കുറിച്ച് നീ ചിന്തിക്കണ്ട. സ്വന്തം കുഞ്ഞിനെ പോലും ഓർക്കാതെ ചുറ്റിക്കറങ്ങുന്നവനാണ് നീ. നിൻ്റെ മൊബൈൽ ഞാൻ നോക്കാറില്ല. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ടെൻഷൻ കൂടും. കാരണം പെൺസുഹൃത്തുക്കളുടെ ഒരു ഘോഷയാത്രയായിരിക്കും നിൻ്റെ മൊബൈലിൽ. അല്ല നീ ഏതായാലും ഈ കുടുംബത്തിലുള്ളവനല്ലല്ലോ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. 10 ഗുണം 10 ഗുണം എന്നാണല്ലോ. എന്നിട്ട് നവ്യ ഉറങ്ങാൻ പോകുന്നുണ്ട്. പിന്നെ അബിയും കിടക്കാൻ പോകുന്നുണ്ട്. അബിക്ക് നല്ല ടെൻഷനുണ്ട്. എന്നിട്ടിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, രാക്ഷസികൾ പല രൂപത്തിലാണല്ലോ വരുന്നത്. ഇനി ആ അനഘ എപ്പോൾ കയറി വരുമെന്ന് ആർക്കറിയാം. ഏതായാലും
അബിക്ക് കിടന്നിട്ട് ഉറക്കമൊന്നുമില്ല. അബി എഴുന്നേൽക്കുകയും ഇരിക്കുകയും കിടക്കുകയും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ അനഘയുമൊത്തുള്ള പഴയകാല സംഭവങ്ങളും അടിച്ചു പിരിഞ്ഞതുമൊക്കെ ഓർക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയപ്പോൾ അവളെ ഒഴിവാക്കാൻ വേണ്ടി ആ കുഞ്ഞിൻ്റെ പിതൃത്വം നിഷേധിച്ചതും അവസാനം അവൻ്റെ കാരണം നോക്കി ഒന്ന് പൊട്ടിച്ച് അവൾ അവിടുന്ന് പോകുന്നതുമൊക്കെ ഓർത്തിങ്ങനെ ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട് അബി. എന്നിട്ട് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. ശബ്ദം കേട്ട് നവ്യ എഴുന്നേൽക്കുന്നുണ്ട്. നിനക്കെന്താ, എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിനക്കെന്താ, ഏതെങ്കിലും പെൺകുട്ടിയെ വിളിക്കണോ? അപ്പോൾ അബി ചോദിക്കുന്നുണ്ട്, അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, ഞാൻ ഉറങ്ങിക്കഴിയുമ്പോഴാണല്ലോ നീ ഓരോ പെൺകുട്ടിയെ വിളിക്കുന്നത്. അപ്പോൾ അബി പറയുന്നുണ്ട്, എൻ്റെ തലയാകെ ചൂട് പിടിച്ചിരിക്കുകയാ, അതിൻ്റെ കൂടെ നീയും കൂടെ തുടങ്ങല്ലേ. തലയ്ക്ക് ചൂട് പിടിച്ചെങ്കിൽ പോയി തണുത്ത വെള്ളം കോരി തലയിലൊഴുക്ക്. ചൂട് പിടിക്കാൻ മലമറിക്കുന്ന ജോലിയൊന്നുമല്ലല്ലോ നീ ചെയ്യുന്നത്. കമ്പനിയിലെ വെറും ഒരു സ്റ്റാഫല്ലേ നീ. പിന്നെന്താ നിനക്കിത്ര വലിയ ടെൻഷൻ? അപ്പോൾ അബി പറയുന്നുണ്ട്, നീ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ. എനിക്കൊരു സ്വസ്ഥതയും തരത്തില്ല, ഉറക്കത്തിൽ പോലും. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, അതിന് നീ ഉറങ്ങുന്നില്ലല്ലോ, ആത്മാക്കളെപ്പോലെ ഉണർന്നിരിക്കുകയല്ലേ. നിൻ്റെ മുഖം കണ്ടിട്ട് നല്ല ടെൻഷനുണ്ടല്ലോ. അപ്പോൾ അബി പറയുന്നുണ്ട്, എനിക്കൊരുപാട് ടെൻഷനുണ്ട്, അതൊന്നും നിന്നെക്കൊണ്ട് പരിഹരിക്കാനും പറ്റില്ല. എന്നാൽ പിന്നെ കിടന്നുറങ്ങാൻ നോക്ക് എന്നും പറഞ്ഞ് നവ്യ കിടന്നുറങ്ങുന്നുണ്ട്. എന്നിട്ട് നവ്യ ഇങ്ങനെ പിറുപിറുക്കുന്നുണ്ട്, മനുഷ്യനെ ഒന്നും ഉറങ്ങാനും സമ്മതിക്കത്തില്ല. പിന്നെ അബിയും കിടക്കുന്നുണ്ട്. അബി വല്ലാത്ത ടെൻഷനിലും ഉത്കണ്ഠയിലുമൊക്കെ തന്നെയാണ്. പിന്നെയും ഓരോന്നും ഓർമ്മിക്കുന്നുണ്ട്. ലാസ്റ്റ് അനഘ ഗൾഫിലേക്ക് പോകുമ്പോൾ യാത്ര പറയാനായി വന്നപ്പോൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓർമ്മിക്കുകയാണ്. ഞാൻ എത്രയായാലും ഈ കുഞ്ഞിനെ പ്രസവിക്കും, എന്നിട്ട് നന്നായി വളർത്തുകയും ചെയ്യും. ഗൾഫിൽ ഒരു ജോലി കിട്ടിയാൽ എനിക്കൊരു കുഞ്ഞിനെ നന്നായിട്ട് വളർത്താനൊക്കെ കഴിയും. പക്ഷേ ഏതെങ്കിലും സാഹചര്യത്തിൽ എനിക്കതിന് കഴിയാതെ വന്നാൽ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരും. അങ്ങനെ ഞാൻ വന്നാൽ അപ്പോൾ ആ കുഞ്ഞിനെ നീ ഏറ്റെടുക്കേണ്ടി വരും. കുഞ്ഞ് ജനിച്ച ശേഷം കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് പ്രൂവ് ചെയ്യാൻ വലിയ പ്രയാസമൊന്നുമില്ല. അതുകൊണ്ട് നീ എപ്പോഴും പ്രാർത്ഥിക്കുക, എനിക്കും കുഞ്ഞിനും ഏത് നാട്ടിലാണെങ്കിലും ജീവിക്കാൻ പറ്റണേ എന്ന്. അതിന് കഴിയാത്ത സാഹചര്യം വന്നാൽ എൻ്റെ കുഞ്ഞിനെ ഞാൻ അനാഥമാക്കില്ല. അവനൊരമ്മയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനൊരു അച്ഛനുമുണ്ട്. ആ അച്ഛനാണ് നീ. അത് നീ ഉൾപ്പെടെ ആര് എതിർത്താലും ഒരമ്മയ്ക്കറിയാം ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന്. തൽക്കാലം നീ ആശ്വാസത്തോടെ പോയിക്കോ. അതും പറഞ്ഞ് അനഘ അവിടുന്ന് പോകുന്നുണ്ട്. അബി അപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, വന്നപ്പോൾ വലിയ ടെൻഷനോട് കൂടിയാണ് വന്നത്. ഏതായാലും ആശ്വാസമായി അവൾ അവളുടെ പാടും നോക്കി പോവുകയാണല്ലോ. ഇനി ഏതായാലും തിരിച്ചു വരാനൊന്നും പോകുന്നില്ല. അങ്ങനെ ഉറക്കമില്ലാതെ പഴയകാലം നടന്ന സംഭവങ്ങളെ ഓർത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് നമ്മുടെ അബി. അതോടെ ഇന്നത്തെ പത്തരമാറ്റിൻ്റെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.